വിനോദ് മാത്യു വിൽസൺ. നോക്കൂ, ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ ആണ് പിന്നീട് ആം ആദ്മി പാർട്ടിയായി മാറിയത്. അതെങ്ങനെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ അടിവേര് ഇളക്കി എന്നുള്ളത് രാജ്യം കണ്ടതാണ്, നമുക്ക് ഓരോരുത്തർക്കും പറയാം. അതുകൊണ്ടാണോ ഈ ഇങ്ങനെയുള്ള മൂവ്മെന്റിൽ നിന്ന് കോൺഗ്രസ് ഒരു കയ്യകലം പാലിക്കുന്നത്? അല്ല, അത് കോൺഗ്രസിൻ്റെ രീതിയാണ്. അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം സമരങ്ങളിലോട്, അല്ലെങ്കിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ വേദിയിൽ പോയി കഴിഞ്ഞാൽ എന്താണ് എനിക്കറിയില്ല, അത് അവരുടെ കോൺഗ്രസ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. കാരണം പക്ഷേ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് വീണ്ടും പറയുന്ന കാര്യം മറ്റൊന്നുമല്ല, പ്രതിപക്ഷം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഈ പ്രശ്നങ്ങൾ, നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു CJP എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ഉണ്ടായത്. അല്ലാതെ പിന്നെ ഇവിടെ ശംഖു ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കേട്ടു അവരുടെ ആശയങ്ങളെ പറ്റി, അല്ലെങ്കിൽ അവരെന്താ ഓൺലൈനിൽ ഇരിക്കണം, കൂടുതൽ സമയം മൊബൈൽ ഫോണിലിരിക്കണം. അപ്പോൾ സത്യത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ജഡ്ജ് അങ്ങനെ ഒരു പരാമർശം നടത്തുകയും പിന്നീട് അദ്ദേഹം അതല്ല പറഞ്ഞത് എന്ന് മാറ്റി പറയുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്നുകൊണ്ട് പറയുന്നത് എന്താണ്, സുപ്രീം കോടതി ജഡ്ജിൻ്റെ പരാമർശത്തിലാണ് ഈ പാർട്ടി ഉണ്ടായത്. ഇപ്പോൾ രണ്ട് സ്റ്റാൻഡില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ള കാര്യം, ഈ നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഞാൻ ആ സ്റ്റാൻഡിലാണ് ഞാൻ ഏത് സമരമാണ്. ഇപ്പം CPIൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ട്, CPM കേരളം ഭരിച്ചിട്ടുണ്ട്, സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനോട് എങ്ങനെയാണ് അവരെങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഭരണവർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഒപ്പോസിഷൻ ശബ്ദങ്ങളെ, അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. ശംഖുവിനെ പോലെയുള്ള BJP പ്രതിനിധികൾ എത്ര അഹങ്കാരത്തോടു കൂടി, എത്ര ധാർഷ്ട്യത്തോടു കൂടി, എത്ര എന്താ പറയുക ധിക്കാര മനോഭാവത്തോടെ അദ്ദേഹത്തെ ഞങ്ങൾ കേൾക്കില്ല, ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾ അതിനെ മാറ്റാൻ പോകുന്നില്ല. ഇനി ഒരു കാര്യം ഞാൻ ശംഖുവിനോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളായിരുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗമായിട്ട് നിങ്ങളാണ് ഉള്ളതെങ്കിൽ, നിങ്ങൾ ഈ വിഷയത്തിൽ ഈ ഏത് മിനിസ്ട്രി ഭരിച്ചാലും അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യ ഒട്ടാകെ പ്രക്ഷോഭം നിങ്ങൾ നയിക്കുമായിരുന്നില്ലേ? അപ്പം ഒരു ചർച്ചയിൽ വന്നിരുന്ന ക്രെഡിബിലിറ്റി വിഷയം നമ്മളൊരു ക്രെഡിബിൾ ആയിട്ട് സംസാരിക്കാനുള്ള ശ്രമം കൂടി ഉണ്ടാവണം. കാരണം അദ്ദേഹം ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ ഈ CJP പാർട്ടി ആവശ്യപ്പെടുന്നതും ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ഈ വിഷയം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒറ്റ വിഷയത്തിലാണ് അവിടെ സമരം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നീതി വേണമെന്ന അഭിപ്രായത്തിലാണ് സമരം. ആ സമരത്തിൽ അവർ മുമ്പോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വ്യക്തി രാജിവെക്കണം. എന്തായാലും ഈ പരീക്ഷയെ ബന്ധപ്പെട്ട് കേസുകൾ എടുക്കുന്നു, അതിൻ്റെ ആത്യന്തികമായ കേസിൻ്റെ ചാർജ് ഷീറ്റ് എവിടെ വരുമെന്നും കോടതിയിൽ ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ജനാധിപത്യ രാജ്യത്ത് ഈ രീതിയിലുള്ള ഒരു മനോഭാവം ഉയർന്നു വരണം. അതിനൊരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കാം. ഈ ട്രംപ് എന്ന് പറയുന്നത് നിങ്ങളുടെ മോദിയുടെ ഏറ്റവും വലിയ സുഹൃത്താണെന്നും കൂട്ടുകാരാണെന്നും ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു കറുത്തവർഗ്ഗക്കാരനെ, ഒരു ഡെറിക് ഷോ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ 9 മിനിറ്റാണ് ശ്വാസം മുട്ടിച്ച് അവിടെ ഇരുത്തിയത്. എനിക്ക് ശ്വസിക്കാൻ വായുവില്ല, എനിക്ക് ശ്വാസം മുട്ടു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ പിന്നീട് മരണപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് ഈ നമുക്കറിയാം, ജോർജ് ഫ്ലോയിഡ് ലോ പാസ്സാക്കിയ രാജ്യമാണ് അമേരിക്ക ഞങ്ങളുടെ സുഹൃത്താണെന്നും ട്രംപ് ഞങ്ങളുടെ മച്ചാനാണെന്നൊക്കെ പറയുമ്പോൾ മറ്റു ലോകരാഷ്ട്രങ്ങൾ ജനാധിപത്യമായ സമരങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് പഠിക്കാൻ കൂടി ഇത്തരം സാഹചര്യം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുക.